ഹലോ ഗൈസ്, അങ്ങനെ ആട് 3 എന്ന് പറയുന്ന പടം ഒരുപാട് നാൾക്ക് ശേഷം കാത്തിരുന്ന് അവസാനം എത്തിയിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പടം കാണാൻ പോയി. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് പോയി കണ്ടൊരു പടമാണ്. അപ്പോൾ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈം, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പടം ഡിഫറെൻറ്റ് ടൈം ലൈനിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫാണ് ഫസ്റ്റ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈം ലൈനിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ എനിക്കൊരു ഫ്ലോ നഷ്ടപ്പെട്ട പോലെ ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടൈം ലൈനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് അടുത്ത ടൈം ലൈനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഇപ്പോൾ ആട് 1-നെയും 2-നെയും അപേക്ഷിച്ച് അത് രണ്ടും ഒറ്റ ഫ്ലോയിൽ പോകല്ലേ, അപ്പോൾ നമുക്ക് നല്ല രസത്തോടെ കണ്ടിരിക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ ടൈം ലൈൻ സ്വിച്ച് ചെയ്ത് മാറുമ്പോഴത്തേക്ക് നമ്മൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഡൈജസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്തതിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു പെർഫോമൻസും അവർ ആ സിങ്കും എല്ലാം പഴയതുപോലെ തന്നെ വർക്കായിട്ടുണ്ട്. കോമഡി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു സംഭവം മാത്രം നമുക്കൊരു ലാഗ് അടുപ്പിക്കും. പിന്നെ രാജകീയമായിട്ടുള്ള അവരുടെ ആ പഴയ സംഭവം കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ വൈബ് കിട്ടത്തില്ല. മറ്റവരുടെ ആ ഒരു സ്ലാങ്ങിലുള്ള തമാശകളാണെങ്കിലും ആ ഒരു പഴയ വൈബ് നമുക്ക് ആ പഴയ ടൈം ലൈനിൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു കണക്ഷൻ കുറവ് പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് പടം നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ ഇതിനകത്ത് മെയിൻ കാര്യം പറയാനായിട്ടുള്ളത്, ഇതിനകത്ത് നമ്മൾ കാത്തിരിക്കുന്ന ഡ്യൂഡ് ഓരോ ടൈം ലൈനിലും അവർക്ക് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ മാത്രം നമ്മുടെ പഴയ BGM കാണിക്കുന്നത്. പഴയ കാലഘട്ടത്തിലുള്ളവർക്ക് വേറൊരു ടൈപ്പ് BGM ആണ്. അത് വലിയ രസം എനിക്ക് തോന്നിയില്ല. പിന്നെ ഡ്യൂഡിനെ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറേ ഇല്ല. കാരണം ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഏതാ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഡ്യൂഡ് ഫസ്റ്റ് ഹാഫിലില്ല, സെക്കൻഡ് ഹാഫിലാണ് കാണിക്കുന്നത്. അപ്പൊ അത്രയും നമുക്ക് നമുക്കല്ല, എനിക്ക് ചെറിയൊരു, ഞാൻ ഡ്യൂഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് വന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് ചറപറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാർട്ട് 2-ന് വേണ്ടിയിട്ട് അവരൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം പാർട്ട് 2-ന് വേണ്ടി നമുക്കൊരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ്, അടുത്ത പാർട്ട് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ കാണാനുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പടം, അതായത് ഈ ടൈം ട്രാവലിന്റെ ഒരുപാട് പടം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ആ ടൈം ട്രാവലിന്റെ പടങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അങ്ങനെ തോന്നില്ല. കാരണം നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ പടങ്ങളിലുള്ള ടൈം ട്രാവലിനെ പോലെ തന്നെ ഉള്ള ഒരു ക്യാരക്ടർ സ്വിച്ചിങ്, അല്ലെങ്കിൽ ആ ടൈം ലൈനിലുള്ളവൻ ഇവിടെ വന്നു, ഇവിടെ ഉള്ളവൻ അപ്പുറത്ത് പോയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള അവർ ഫേസ് ചെയ്യുന്ന കുറെ ചലഞ്ചസും അവർ ഫേസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അതും ഇനിയിപ്പോൾ ഏത് പടത്തിലാണെങ്കിലും അങ്ങനെ വരുന്ന കഴിയുമ്പോൾ നമുക്കൊരു ആകാംക്ഷയായിരിക്കും എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. പക്ഷെ ടൈം ട്രാവലിൽ വെറൈറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സാധാരണ നമ്മൾ പടങ്ങൾ കാണാറുള്ള പോലെ തന്നെയുള്ള ക്യാരക്ടർ സ്വിച്ചിങ്ങും അതൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും ഒരു പുതുമ ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്കൊരു ഓക്കെ ആ ഒരു ഫീലാണ്. ആട് 1-ഉം 2 ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ പടം കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, കണ്ടിരിക്കാം. പിന്നെ കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ നമുക്കൊരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോടെ പോയതാണ്. ആട് 1-ഉം 2-ഉം ഒക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. പക്ഷെ ആട് 3-ലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും കാണാൻ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ പോകത്തില്ല. കാരണം ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പാർട്ട് 2-ന് വേണ്ടി ഓഫ് കോഴ്സ് വെയിറ്റിംഗ് ആണ്. കാരണം അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 കാണാൻ പോകുന്ന വെച്ചാൽ ഞാൻ പാർട്ട് 2 കാണാൻ പോകും. കാരണം ആ രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ കാണാൻ പോകും. ആട് 1-ഉം 2-നെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഈ പടം. സോ അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ഇതിനകത്ത് എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇപ്പം നെഗറ്റീവ്സാണ് ഇപ്പം ഇതിനകത്ത് ഞാൻ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് സൈഡാണെങ്കിൽ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആട് 1-ഉം 2 എന്ന് പറഞ്ഞ ഒരു ലോജിക്ക് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഒരു അടിപൊളി അങ്ങ് പോവാണ്, ആ ഫ്ലോയിൽ അങ്ങ് പോവാണ്. ഇതിനകത്ത് ഫ്ലോ നഷ്ടപ്പെട്ടു ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കുറെ കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് സീരിയസ്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് കുറച്ച് മറ്റേന്ന് പറഞ്ഞാൽ ഫുൾ ഫണ്ണും ഫുൾ എന്റർടൈൻമെന്റ് ആ ഒരു പാക്കേജാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണേണ്ട അവസ്ഥകളൊക്കെ വരും. അതായത് രാജകീയമായിട്ടുള്ള അവരുടെ ഈ രാജഭരണ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക്
അതിനകത്ത് ഫണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ കുറച്ച് എന്താ സീരിയസ് ആയിട്ട് ഉള്ളൊരു നിമിഷങ്ങളൊക്കെ വരും. അപ്പം അത് നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്ലോയിൽ പോലെ അങ്ങനെ സീരിയസ് ആയിട്ട് വരുമ്പോഴായിരിക്കും ഒറ്റ അടിക്ക് ടൈം ലൈനിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം കാണിക്കുന്നത്. അപ്പം അതും ആയിട്ട് നമുക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലോ കിട്ടത്തില്ല. എന്തായാലും നിങ്ങൾ പടം പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ. എന്നെ ചീത്ത വിളിക്കരുത്, എന്റെ മാത്രം അഭിപ്രായമാണ് വീണ്ടും പറയുന്നു. ഓക്കെ, ബൈ.